ഹലോ ഗൈസ്, നമുക്കപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് വരാം ഗൈസ്. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഈ ഒരു ബേജ് കളർ ലിനൻ പാൻറ്റും ഒരു ബ്ലാക്ക് ടീഷർട്ടുമാണ് സ്റ്റൈൽ ചെയ്യാനായി പോകുന്നത്. ഇതിന് ശേഷം എനിക്കൊന്ന് കുളിക്കണമെന്ന് തോന്നി ഗൈസ്. അങ്ങനെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. അതിനുശേഷം നമ്മൾ സ്കിൻ കെയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഡോക്ടർ ഷത്തിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ സെറാമിയുടെ വിറ്റമിൻ സി മോയ്സ്ചറൈസറാണിത്. അത് വാരിപ്പൂശിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിന്നൊരു നോ മേക്കപ്പ് ലുക്കാണ് ഗൈസ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോയ്സ്ചറൈസറിന് ശേഷം ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ ഡോക്ടർ ഷത്തിൻ്റെ തന്നെ സൺസ്ക്രീനിൽ പൂശി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഉച്ച കഴിയുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാറിലാണ് പോകുന്നതെങ്കിലും ഞാൻ സൺസ്ക്രീനൊക്കെ ആവശ്യത്തിലധികം പൂശുന്നുണ്ട്. പിന്നീട് എന്നെ കഫയിൻ്റെ ലിപ് ബാമും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ പോയി കോസ്റ്റ്യൂം മാറിയിട്ട് വരാം ഗൈസ്. അങ്ങനെ കോസ്റ്റ്യൂമിൽ ഞാൻ കയറിയിട്ടുണ്ട്. ബേസിക്കായിട്ടുള്ള സ്കിൻ കെയറിന് ശേഷം മേക്കപ്പ് ചെയ്യാൻ നോക്കുവാണ് ഞാൻ. ഇത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്, NC50 ആണ് എൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. അധികം തന്നെയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ച് മതി നമുക്ക്. ജസ്റ്റ് ഐ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഐ മേക്കപ്പ് എന്ന് അങ്ങനെ പറയത്തൊക്കെ ഒന്നുമില്ല, ജസ്റ്റ് കളറൊന്ന് ഇവനാക്കി കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ജസ്റ്റ് അണ്ടർ ഐയിലും കണ്ണിൻ്റെ മുകളിലും അതുപോലെ നമുക്കിങ്ങനെ അതിലും ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ എല്ലായിടവും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ആ ഫൗണ്ടേഷൻ പൂശിയതിന് ശേഷമുള്ള മുഖം ഇതാണ്. ഒന്ന് സ്കിൻ കളേഴ്സ് എല്ലാം ഇവനാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഐ ഷാഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 2 കളർ മിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊന്ന് ടാപ്പ് ചെയ്ത് കളയും. ജസ്റ്റ് ഒന്ന് ബ്രഷിൽ നിന്നും ജസ്റ്റ് ആയിട്ടൊന്ന് കളഞ്ഞതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് 2 കണ്ണിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഐടെക്സിൻ്റെ ഐലൈനറാണ് എഴുതി കൊടുക്കുന്നത്. ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് എനിക്ക് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് ക്യാമറ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് കണ്ണാടിയുടെ ഫ്രണ്ടിലാണ് ഞാൻ എഴുതി കൊടുത്തത്. ഈ മസ്കാര കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മെയ്ബലിൻ്റെ ആണെന്ന്. അല്ല ഗൈസ്, ഇത് വേറെ ഏതൊരു ബ്രാൻഡായിരുന്നു. ആ ബ്രാൻഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനുശേഷം എൻ്റെ മാക്കിൻ്റെ തന്നെ ബ്ലഷാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് അറിയാത്ത രീതിയിൽ അവിടെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ പ്ലമ്മിൻ്റെ കാജലെടുത്ത് എൻ്റെ വാട്ടർ ലൈൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് 2 ഷെയ്ഡ് മിക്സ് ചെയ്യാനായിട്ടാണ്. അതായത് മെയ്ബലിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ കൂടി ആണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും എൻ്റെ ചുണ്ട്. അതിനുശേഷം ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്, മാക്കിൻ്റെ തന്നെയാണ്, അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം മുടി അഴിച്ച് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ അലങ്കാരപ്പണിക്കൊന്നും നിൽക്കുന്നില്ല. പിന്നെ ഞാൻ ആക്സസറീസായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ഗോൾഡൻ കളറിലുള്ള ഈ ഹോപ്സാണ് ഗൈസ്. പിന്നീട് വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ പുറത്തേക്ക് പോകുന്നത് ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ജസ്റ്റ് വിഷ് കെയറിൻ്റെ ബോഡി ലോഷൻ, സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ